കൂടെവിടെ എന്ന പ്രശസ്തമായ മലയാള സിനിമയുടെ സംഗീത ചർച്ചാവേളയാണ്. സംഗീതം ചെയ്യുന്നത് മറ്റാരുമല്ല, നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട ജോൺസൺ മാഷാണ്. അന്ന് അദ്ദേഹം ഇത്ര പ്രശസ്തനായിട്ടില്ല. പക്ഷേ എഴുതാൻ വരുന്നത് കേരളക്കര നെഞ്ചേറ്റിയ അത്ഭുതമായ മഹാത്ഭുതമായ ONV സാറാണ്. ONV സാറിന്റെ രചനയിൽ ജോൺസൺ മാഷ് സംഗീതം അതിനു മുൻപ് ഒന്ന് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം കവിത എഴുതിയിട്ട് ജോൺസൺ മാഷ് ഈണം വിടുകയായിരുന്നു. ഈ സിനിമയാണെങ്കിൽ ഒരിത്തിരി വെസ്റ്റേൺ ക്ലാസിക് ശൈലിയിൽ പാട്ടുകൾ ചെയ്യണമെന്ന് ജോൺസൺ മാഷിന് താല്പര്യമുണ്ട്. ആരുടെ മുഖത്തും നോക്കി കാര്യം പറയുന്ന ചങ്കൂറ്റമുള്ള ജോൺസൺ മാഷ് അന്ന് ചെറുപ്പമാണ്. അദ്ദേഹം ONV സാറിനോട് പറഞ്ഞു, സാർ ഞാൻ ട്യൂണിട്ടിട്ട് അങ്ങ് കവിതകൾ എഴുതിയാൽ മതി. വളരെ ശാന്ത പ്രകൃതക്കാരനായ ONV സാർ അത് ചിരിയോടുകൂടി സമ്മതിച്ചു. അങ്ങനെ മനോഹരമായ ഈണം ONV സാറ് അതിന് തേനിൽ ചാലിച്ച വരികൾ എഴുതി. ഇനി അത് പാടണം. പാടാൻ വരുന്നത് മറ്റാരുമല്ല, ദക്ഷിണേന്ത്യയുടെ അത്ഭുതമായ നമ്മളുടെ എല്ലാം ഹൃദയത്തുടിപ്പായ മഹാഗായിക ജാനകിയമ്മയാണ്. ജാനകിയമ്മ പാടാൻ വന്നപ്പോൾ ട്രാക്ക് എടുത്തിട്ടില്ല. ജോൺസൺ മാഷ് തന്നെയാണ് ആ പാട്ട് പാടിക്കൊടുക്കുന്നത്. ജോൺസൺ മാഷ് പാട്ട് പാടി. ജാനകിയമ്മ അത് കേട്ടിട്ട് പിന്നെ പറഞ്ഞു, ഒരിക്കൽ കൂടി പാടൂ. പെട്ടെന്ന് ജോൺസൺ മാഷിനൊരു സംശയം, പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ, അതോ ഞാൻ പാടിയത് ശരിയായില്ലേ, ഇതിന്റെ സംഗീതം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ, ഇവർ പാടാതെ പുയ്ക്കളയുമോ? ഇങ്ങനെ പല ആശങ്കകൾ ജോൺസൺ മാഷിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹം രണ്ടാമതും ആ പാട്ട് പാടി. അപ്പോൾ ജാനകിയമ്മ വീണ്ടും പറഞ്ഞു, ഒരിക്കൽ കൂടി പാടൂ. അപ്പോൾ ജോൺസൺ മാഷിന്റെ സംശയം കൂടുതൽ ബലപ്പെട്ടു. അങ്ങനെ ജോൺസൺ മാഷ് ആ ഗാനം മൂന്നാമതും പാടി. അപ്പോൾ ജാനകിയമ്മ പറഞ്ഞു, ഒരിക്കൽ കൂടി പാടുമോ? സ്വതവേ ചങ്കൂറ്റക്കാരനാണ് ജോൺസൺ മാഷ്. ചെറുപ്പമാണെങ്കിലും അദ്ദേഹം ചോദിച്ചു, എന്നമ്മ നിങ്ങൾക്ക് ഈ പാട്ട് പിടിക്കാതാ? പെട്ടെന്ന് ഇതിഹാസമായ, കാരണം നമുക്കറിയാം സെക്കൻഡുകൾക്ക് പോലും വിലയുള്ള ഗായികയാണ് അന്ന് നമ്മുടെ ജാനകിയമ്മ. ജാനകിയമ്മ പുഞ്ചിരിയോടുകൂടി എഴുന്നേറ്റു, കൈ തൊഴുതു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എത്ര മധുരമായിട്ടാണ് താങ്കൾ പാടുന്നത്. അതിൻ്റെ 80% ഞാൻ പാടണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് താങ്കളോട് വീണ്ടും വീണ്ടും പാടാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ജാനകിയമ്മ എന്ന സംഗീതത്തിൻ്റെ അത്ഭുതത്തിൻ്റെ എളിമ, അതേപോലെ തന്നെ ജോൺസൺ മാഷിൻ്റെ സംഗീത പ്രതിഭ, ആ രണ്ട് പ്രതിഭാധനരും കൂടി ചേർന്ന് മധുരോധരമായ ആ ഗാനം റെക്കോർഡ് ചെയ്യപ്പെട്ടു. 3 ടേക്ക് എടുത്തിട്ടാണ് ജാനകിയമ്മ ആ പാട്ട് പാടിയത്. എന്നിട്ടും തൃപ്തിയായില്ലത്രേ. പക്ഷെ ജോൺസൺ മാഷ് പറഞ്ഞു, ഇത് മതിയമ്മ, സൂപ്പറായിருக்கு. അപ്പോൾ ജാനകിയമ്മ പറഞ്ഞു, നിങ്ങൾ പാടിയ പോലെ ശരിയായിട്ടില്ല. ഇത്രയും എളിമയുള്ളൊരു ഗായികയെ നമുക്ക് വേറെ കണ്ടെത്താൻ കഴിയുമോ? മധുരോധരമായ ആ ഗാനം. ഒന്നൊരുക്കും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയാ. നമ്മളുടെ ജോൺസൺ മാഷിന്റെ ഗാനങ്ങളുടെ മധുരിമ പറഞ്ഞാൽ തീരുമോ? ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ എന്നും നീ വന്നു, ഒരു നിമിഷം ഇന്നൊരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലെ തുറന്നതാരു, ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയി. പള്ളിത്തേരുണ്ടോ, ചതുരംഗപ്പടയുണ്ടോ, ആമ്പൽക്കുളമുണ്ടോ, തിരുതാളിക്കല്ലുണ്ടോ, പാതിരാപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാവുണർന്നു, തങ്കത്തോണി തെന്മലയോരം കണ്ടേ, മൗനസരോവരമാകയുണർന്നു,
സ്നേഹമനോരഥവേഗമുയർന്നു മൈനാകപ്പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി രാത്തിങ്കൾ പൂത്താലി ചാർത്തി നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ഏത് ഗാനങ്ങൾ പറഞ്ഞാലും അതെല്ലാം നമ്മൾ നെഞ്ചേറ്റിയ ഗാനങ്ങളാണ്. അത്രയും സുന്ദരമായ സംഗീതമാണ് നമ്മുടെ ജോൺസൺ മാഷ് നമുക്ക് നൽകിയത്. ഇന്ന് ജോൺസൺ മാഷിനെ ഓർത്ത് പറയുന്നത് കുടുംബസമേതം എന്ന മനോഹരമായ സംഗീത പശ്ചാത്തലമുള്ള സിനിമയിൽ ചക്രവാകം രാഗത്തിൽ ഏതൊരു കീർത്തനത്തിനോടും തുല്യത നിൽക്കുന്ന മനോഹരമായ ഒരു ഗാനം ജോൺസൺ മാഷ് ചെയ്തു. കൈതപ്രം സാറിൻ്റെ വരികളായിരുന്നു. പാർത്ഥസാരഥിം ഭാവയെ എന്ന കീർത്തനത്തിന് തുല്യമായ ആ ഗാനം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പാടുന്നത് എൻ്റെ ഗുരുനാഥനായ ഉദയഭാനു സാറാണ്. ആചാര്യൻ്റെ മധുരോദരമായ ശബ്ദത്തിൽ ആ ഗാനം ഇതാ. തദനാനം ആരീന പാർത്ഥസാരഥിം ഭാവയേ പാർത്ഥസാരഥിം ഭാവയേ ശ്രീ പാർത്ഥസാരഥിം ഭാവയേ ശ്രീ പാർത്ഥസാരഥിം ഭാവയേ ശ്രീ പാർത്ഥസാരഥിം ഭാവയേ കേവല മാമൻ ജന്മജന്മാന്തര കേവല മാമൻ ജന്മജന്മാന്തര പാപജാലം അകലനനുവേലം കേവല മാമൻ ജന്മജന്മാന്തര പാപജാലം അകലനനുവേലം പാർത്ഥസാരഥിം ഭാവയേ ശ്രീ പാർത്ഥസാരഥിം ഭാവയേ ആത്മപദങ്ങളിൽ മുനിജനം തേടും പ്രണവാമൃതമറിയാൻ ആത്മപദങ്ങളിൽ മുനിജനം തേടും പ്രണവാമൃതമറിയാൻ ആത്മപദങ്ങളിൽ മുനിജനം തേടും പ്രണവാമൃതമറിയാൻ ദേവദേവ സുരനായക മാമവ ദേവദേവ സുരനായക മാമവ നാദരൂപ ഗുരു പവനപുരേശ്വര നാദ രൂപ ഗുരു
പവനപുരേശ്വരനാഥരൂപ ഗുരു പവനപുരേശ്വരനാഥരൂപ ഗുരു പവനപുരേശ്വരനാഥരൂപ ഗുരു നാദരൂപ ഗുരു പവനപുരേശ്വരനാഥരൂപ ഗുരു പവനപുരേശ്വരനാഥരൂപ ഗുരു പവനപുരേശ്വരനാഥരൂപ ഗുരു പവനപുരേശ്വരനാഥരൂപ ഗുരു സരി സനി ദ സനി ദ പ ഗമ പ ധ നി നാദരൂപ ഗുരു പദനി ദനി സരി ഗരി ഗ സരി സനി ദ മ ഗമ പദനി നാദരൂപ ഗുരു മമ ദ മ ഗരി നി ദ മ ഗ സനി ദ ഗരി മ ഗരി സനി ദ മ ഗമ പദനി നാദരൂപ ഗുരു സദരി ഗ ഗ ഗ ഗമ ഗമ ഗ ഗ ഗ ഗഗമ ഗമ ഗഗ ഗമ ഗമ ഗഗരി രി സരി ഗമ ഗരി സനി സരി ഗഗരി രി ഗരി രി ഗരി രി ഗ നി രി ഗരി ഗ സരി സനി സദ നി സരി സനി സനി ദ മ പദ നി ദ മ ഗരി ഗ സ രി ഗമ പദ മ പദ നി സ പ സനി സരി ഗ സ സരി ഗമ പ മ ഗരി സനി ദ ഗരി സനി ദ രി സനി ദ പ സനി ദ മ ഗമ പദ നി നാദരൂപ ഗുരു പവനപുരേശ്വര അരുളുക സാമ്പ്രദം അടിയനൊരഭയം അരുളുക സാമ്പ്രത അടിയനൊരഭയം പാർത്ഥസാരഥി ഭാവയേ ശ്രീ പാർത്ഥസാരഥി ഭാവയേ ശ്രീ പാർത്ഥസാരഥി ഭാവയേ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഗുരുനാഥനായ കലാമണ്ഡലം ഉദയഭാനു സാറിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ പാർത്ഥസാരഥിം ഭാവയെ എന്ന ജോൺസൺ മാഷ് കൈതപ്രം കൂട്ടുകെട്ടിൽ പിറന്ന കീർത്തനത്തിന് സമമായ ഗാനം നിങ്ങൾ കേട്ടുവല്ലോ. ഈ ഗാനവും ഈ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. NSK രാഗപരിചയത്തിൽ സംഗീതത്തിൻ്റെ പുത്തൻ വിഭവങ്ങളുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിലമ്പൂർ സുനിൽ.